ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ളതായ കൃപ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस सुबह के समय में हमें इन समय सवेरे के हमें इन पलों में प्रभु की उपस्थिति में आने के लिए, प्रभु के चरणों में बैठने के लिए प्रभु ने ऐसा अवसर ഇപ്പോ दिया है। प्रभु का ഒരു धन्यवाद। ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവിടുന്ന നിമിത്തം തുടർന്ന് ഇതിന്റെ അനുഗ്രഹം. और इस दिन के शुरुआत के घंटों में प्रभु की उपस्थिति में समय बिताना, इसी के द्वारा प्रभु हमारे जीवन में आशीषों को देता है। അപ്പോ അതിനുള്ള സാഹചര്യം ഒരുക്കിയതായ തോമസൻ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. और उसी के लिए जो अवसर प्रदान किए हुए प्रभु के दास पास्टर थॉमसन को हम धन्यवाद देते हैं। ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയതായ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മനോഭാവം എന്തായിരുന്നു എന്നാണ്. और आज हम मनन करने वाला विषय यह है कि गुलामी के अवसर में ले गए हुए इजरायलियों का आमीन जो भावना किस प्रकार का था, उसी के विषय में होगा। ഇരമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായത്തില് ദൈവം നിരാശയിലിരിക്കുന്നതായ പ്രവാസികളായ ജനത്തോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. यिर्मयाह नबी की पुस्तक उसके 29वें अध्याय में निराशा में बैठे हुए जो बंधुआई में गए हुए लोग हैं, उनकी साथ प्रभु किस प्रकार से बात करता है, उसी के बारे में हम देख पाते हैं। ഇസ്രായേൽ രാജ്യത്ത് വാഗ്ദത്ത ദേശത്ത് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തോട് ജീവിച്ചിരുന്ന ജനങ്ങൾ ഇതാ ഒരു സുപ്രഭാതത്തില് അവരെ പ്രവാസികളായിട്ട് അടിമകളായിട്ട് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. और इज़राइल के देश में स्वतंत्रता के साथ रहने वाले अमीन इस इजरायली जो समाज था, उनको एक दिन हम देखते हैं वचन में कि अचानक से उनको बंधुआई के अवसर में जो है वो बाबिलोन में उनको ले चले जाते हैं। സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയില് അവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. और ऐसे बिना स्वतंत्रता का एक दशा में वो किस प्रकार से अपने जीवन जी पाएंगे, इसी के बारे में उन्होंने कभी कल्पना भी नहीं की थी। അവർ ചിന്തിച്ചു ജീവിതത്തിലെ സകലവും തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന്. और उनको ऐसे लगने लगा कि उनके जीवन में सब कुछ उलट पुलट हो रहा है। അവർ വളരെ നിരാശയിലും അതുപോലെ തികഞ്ഞ സങ്കടത്തിലും ആയിരുന്നു. और वो बड़े निराशा में और बहुत दुख के अवसर में वो अपने आप को पा रहे थे। അവർ വിദൂരതയുള്ളതായ ഒരു പരിചയമില്ലാത്തതായ ഒരു സ്ഥലത്ത് വ്യത്യസ്തമായ സംസ്കാരവും ജീവിത സാഹചര്യമുള്ളതായ ഒരു ജനത്തിന്റെ നടുവിലത്രേ ഇപ്പോൾ ജീവിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. वो अपने देश से बहुत दूर और अपने संस्कृति से बहुत अलग ऐसे दूरी के अवसर में और ऐसे एक अनजान क्षेत्र में वो प्रभु की उपस्थिति में अपने आप को देख रहे थे। ആ ജനത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ളതായ പരിചയമില്ലാത്തതായ ജീവിത രീതികളാണ് അവിടെയുള്ള ആളുകൾ അനുവർത്തിച്ചിരുന്നത്. और उन लोगों का अवस्था इस प्रकार का था कि उन्होंने आज तक नहीं अनुभव किए हुए और आज तक ना जानने वाले ऐसे कई कार्यों को वे अपने सामने देख रहे थे। ഈ പ്രവാസികളുടേതായ സ്വപ്നങ്ങൾ എല്ലാം തകർന്നടിഞ്ഞതായ ഒരു സാഹചര്യമാണ്. और इन बंधुआई में आए हुए इन लोगों का जो स्वप्न जो था, वो सब कुछ नष्ट होकर खत्म होने वाली ऐसी एक स्थिति में अपने आप को वो देख रहे थे। അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞതായ ആ സാഹചര്യത്തില് ദൈവം ആ പ്രവാസികളോട് സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. और इतनी समस्याओं से भरे हुए ऐसे एक अवसर में परमेश्वर किस प्रकार से इन बंधुआई में गए हुए लोगों से बात करता है, उसी के बारे में इस अध्याय में हम देखते हैं। നിരാശയിലിരിക്കുന്നതായ ആ അടിമകളോട് അവരുടെ കഷ്ടതയിൽ അവരുടെ വേദനയില് അവരോട് സംസാരിക്കുന്നതായ ദൈവം. और निराशा में रहने वाले ऐसे गुलामी में पाए जाने वाले लोगों को उनके कष्ट में और उनके दुख के समय में परमेश्वर उनसे कैसे संपर्क करता है, उसी के बारे में हम देखते हैं। യിരെമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം. और यिर्मयाह नबी के पुस्तक उसके 29वें अध्याय से 11 पद से हम पढ़ेंगे। നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. क्योंकि यहोवा की यही वाणी है कि जो कल्पनाएं मैं तुम्हारे विषय करता हूँ, उन्हें मैं जानता हूँ। वे हानि के नहीं वरन कुशल ही के हैं, और अंत में तुम्हारी आशा पूरी करूंगा।
ആ, ഈ പ്രവാസികളായിരിക്കുന്ന ജനങ്ങൾ ചിന്തിക്കുന്നത് ദൈവം എന്നേക്കും അവരെ മറന്നു കളഞ്ഞു എന്നാണ്. और इस बंधुआई में गए हुए इजरायली लोग इस प्रकार से सोच रहे थे कि परमेश्वर उनको हमेशा हमेशा के लिए भूल चुका है। അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെതായ ശിക്ഷയാണ് എന്ന്. और उनको ऐसे भी लगने लगा कि ये परमेश्वर की ओर से उनको दंड दे दिया जा रहा है। കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, ഞാൻ അത്രേ നിങ്ങളെ അവിടെ എത്തിച്ചത് എന്ന്. और परमेश्वर भी उन्हें बड़े स्पष्ट रीति से बात को बताता है कि मैंने ही तुम्हें इस बंधुआई के अवसर में पहुंचाया है। നിങ്ങളെ നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തം, അതിക്രമങ്ങൾ നിമിത്തം ശത്രുവിന്റെ കയ്യിൽ നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുവാൻ, അനുസരണ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആണ് ഞാൻ നിങ്ങളെ പ്രവാസികളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. तुम्हारी आज्ञा ना मानने के वजह से और तुम्हारे जीवन में आने वाले अहंकार की परिस्थिति से मैंने ही तुम्हें इस बंधुआई के अवसर में पहुंचाया है, ऐसे परमेश्वर कहते हुए हम वचन में पढ़ पाते हैं। ഇവിടെ നാം കാണുന്നത്, നാം കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, അതിന്റെ മധ്യേയും നമ്മെ കരുതുകയും നമ്മോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ ഒരു നല്ല പിതാവിനെ അത്രേ കാണുന്നത്. यहाँ पर हम एक बात को देखते हैं कि हम भी अपने जीवन में अचानक आने वाले ऐसे संकट और ऐसे समस्याओं के बीचों बीच हम जब जूझ रहे होते हैं, तो वहां पर अचानक हमारे बीच में से होकर आने वाला परमेश्वर को और हम हमसे बात करने वाला एक परमेश्वर के एक प्रेम को हम यहाँ पर देख पाते हैं। നാം ഇപ്പോൾ പെരുവെള്ളത്തിന് സമാനമായ പ്രശ്നങ്ങളെ, പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. हो सकता है कि हम आमीन उभरते हुए उस पानी के समान आमीन प्रश्नों को और समस्याओं को हमारे जीवन में हम सामना कर रहे होंगे। നാം തീയിലും വെള്ളത്തിലും കൂടെ കടന്നു പോകുമ്പോഴും നമ്മെ കൈവിടാത്തതായ, നമ്മെ സ്നേഹിക്കുന്നതായ ഒരു കർത്താവിൻ്റെതായ കരുതൽ നമുക്ക് കാണുവാൻ കഴിയും. जब हम अग्नि और जल में से होकर भी हो जाते हैं, तो वहां पर हमसे कैसे वो परमेश्वर प्रेम रखता है और कैसे हमें उसमें से संभालता है, वो प्रभु का वो कार्य को हम यहाँ देख पाते हैं। നമ്മുടെ ജീവിതം ആകെ അത് ഷെയ്ക്കാവുമ്പോഴത്തേക്ക്, അത് ആടി ഉലയുമ്പോൾ അതിൻ്റെ മധ്യേയും അത് കർത്താവ് നമ്മെ സഹായിക്കും. और हमारे जीवन जब ऐसी समस्याओं के कारण जब हिलने डुलने लगते हैं, तो उसके बीच में भी प्रभु हमारी कैसी सहायता करता है वो हम समझ पाते हैं। കാരണം വചനത്തിൽ നാം വായിക്കുമ്പോഴത്തേക്ക് എല്ലായ്പ്പോഴും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്നാണ്. और वचन इस कारण से हम पढ़ते हैं कि हर समय आमीन परमेश्वर का हाथ हमारे ऊपर बने रहते हैं। ഒരു പ്രതീക്ഷയുമില്ലാത്തതായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവം സർവശക്തനായ ദൈവമാണ്, സകലവും നിയന്ത്രിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. हमारे जीवन में आमीन ऐसी स्थितियों में भी जहां पर कोई उम्मीद नहीं है, ऐसे समस्याओं के बीच में जाने के समय में भी परमेश्वर हमारे लिए कार्य करेगा और प्रभु हमारे लिए उतर आएगा, ये वचन हमें सिखाता है। ഒട്ടും സുരക്ഷിതമല്ലാത്തതായ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും ദൈവം നമ്മെ കൈവിടുന്നില്ല, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. और बिल्कुल सुरक्षा ना रहने वाले ऐसे स्थिति के बीच में से भी हम जब होकर जाएंगे, तो परमेश्वर हमारा साथ रहता है, वो हमें कभी हाथ नहीं छोड़ता है, ये प्रभु का वचन हमें सिखाता है। പല സന്ദർഭങ്ങളിലും ദൈവം ഈ ജനത്തോട് സംസാരിച്ചിട്ടുണ്ട്, തന്റെ പ്രവാചകന്മാരുടെ തന്റെ അരുളപ്പാടുകൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർ അതൊന്നും കൂട്ടാക്കിയിട്ടില്ല. कई बार परमेश्वर ने इन लोगों से बातें किए हुए थे और परमेश्वर के भविष्यवक्ताओं को और आमीन लोगों को भेजकर जो प्रभु उनके लिए वाणी देता था, लेकिन ये बात ये लोग कभी ग्रहण नहीं कर पा रहे थे। ഈ ജനം ചിന്തിക്കുകയാണ്, ദൈവം ഒരു വാക്കൗട്ട് നടത്തിയിരിക്കുകയാണോ, തങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് പിന്മാറിയിരിക്കുകയാണോ എന്ന് ഈ ജനം ചിന്തിച്ചു. और ये लोग इस प्रकार से सोच रहे हैं इस वक्त कि क्या परमेश्वर हमेशा के लिए उनको त्याग दिया है, क्या परमेश्वर उनको छोड़ दिए हैं, क्या प्रभु कभी उनको बचाने के लिए नहीं जाएंगे, इस प्रकार की एक कल्पनाओं को वे लेकर बैठे हुए हैं। ഈ വിധത്തിലുള്ള ചിന്താഗതിയോടുകൂടി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തില് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടിയിരിക്കുന്നു. और यदि इस प्रकार की सोच विचार के साथ यदि कोई भी आज इन वचनों को सुन रहे हैं, तो हमारे जीवन के प्रति जो परमेश्वर की दृष्टिकोण है उसी के विषय में हमें बदलाहट को लाना जरूरी है।
അത് നിയമസഭകളിലും മറ്റുമൊക്കെ പലപ്പോഴും ആ, നിയമസഭാ അംഗങ്ങൾ വാക്കൗട്ട് നടത്താറുണ്ട്. और हम कई बार हम में जो है विधान जो पार्लियामेंट में हम देखते हैं कि कई बार जो विधायक होते हैं या जो मंत्री होते हैं वो विषय सरकार के विषय पे जब सहमत नहीं होते हैं तो वहां से वो बाहर निकल कर चले जाते हैं। അവർ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ പ്രതിഷേധിച്ച് മാറിപ്പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. सरकार के कार्यों में सहमति ना करते हुए वे विरोध करते हुए वहां से चले जाने वाली एक कार्य को वो वहां पर दिखाते हैं। ജീവിതത്തിൽ കഠിനമായ ശോധനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ ദൈവം മാറിപ്പോയോ എന്ന് നാം സംശയിക്കാറുണ്ട്. जीवन में कठिन परिस्थितियों में से जब हम होकर गुजरते हैं वहां पर भी कई बार हम इस प्रकार से सोच विचार करने में मजबूर हो जाते हैं, क्या परमेश्वर हमारे जीवन की परिस्थितियों में हमें छोड़कर चले गए हैं क्या। എന്നാൽ സ്വർഗസ്ഥനായ പിതാവ്, സ്നേഹവാനായ ദൈവം ഏതവസ്ഥയിലും നമ്മോട് ആ, സംസാരിക്കുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് കരുതുന്നതായ ദൈവം, നമ്മെക്കുറിച്ചുള്ള ഒരു ശുഭഭാവി ദൈവത്തിനുണ്ട് എന്ന് ഈ ഭാഗത്തിന് വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുന്നു. परंतु परमेश्वर जो स्वर्गीय पिता जो हमारे ऊपर हमेशा दया करता है, हमारे ऊपर करुणा दिखाता है, वो हर परिस्थिति में हमसे बातें करने के लिए, हमारे जीवन में मदद पहुंचाने के लिए उतर आने वाला प्रभु है। ये वचन इस प्रकार से हमें बता रहा है। പ്രവാസത്തിൽ ഇരിക്കുന്ന ജനങ്ങളോട് ദൈവം സംസാരിക്കുമ്പോൾ അവർ ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ തയ്യാറാകും. जब आमीन बंधुआई में पड़े हुए लोगों से जब बातें करने के लिए परमेश्वर शुरू होते हैं तो बड़े ध्यान के साथ वो प्रभु की बातों को सुनने के लिए वो इच्छुक रहते हैं। പലപ്പോഴും ദൈവശബ്ദം നാം നിരാകരിച്ചിട്ടുണ്ട്, അനുസരിച്ചിട്ടില്ല. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളുടെയും നമുക്കും കടന്നു പോകേണ്ടി वന്നു. और कई बार हम परमेश्वर के वचन को भी हमने त्याग दिया है, हमने अनसुना किया है, और उसी के बीच में कई बार हमें प्रभु का वचन के जो विरोध करने का कारण जो परिणाम है वो हमें हमारे जीवन में भुगतना पड़ा है। ആ, ഇവിടെ ദൈവം അവരോട് കൃത്യമായി സംസാരിക്കുന്നത്, എനിക്ക് ദൈവത്തിന് ഈ ജനത്തെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ ഇന്നവയെ എന്നാണ്. और यहाँ पर परमेश्वर उनको बड़े स्पष्ट रीति से बता रहा है कि मैं तुम्हारे विषय में आमीन जो सोच रहा हूँ वो इस प्रकार का सोच है। നിങ്ങൾ ആശിക്കുന്നതായ ആ ശുഭഭാവി വരുവാനത്രേ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചു. और प्रभु इस प्रकार से उनको कह रहा है कि तुम जो आशा रखे हुए हैं वो आशा को पूरा करने के लिए मैं तुम्हारे लिए कार्य करने वाला हूँ। നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക എന്നുള്ള ആ ഒരു നിലപാടല്ല, അതിലുപരിയായിട്ട് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലത്രേ, അതത്രേ യേശു ക്രിസ്തു. हमारे प्रश्न सब पूरा होते हुए या आमीन सब हल होते हुए एक अच्छे अंत में हम समाप्त होंगे ऐसा नहीं, परंतु प्रश्नों के बीच में भी कार्य करते हुए आमीन यीशु मसीह हमारे लिए एक अंत है, एक सुखद अंत है कर कर प्रभु का वचन हमें सिखाता है। ലോകമനുഷ്യരുടെ നിലപാടത്രേ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. और दुनिया के लोगों का एक सोच विचार इस प्रकार का है कि एक सुखद अंत की ओर वो विश्वास करते हैं। നമുക്ക് വേണ്ടി പ്രാണൻ തന്നതായ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ആ യേശു ക്രിസ്തുവിലത്രേ നമ്മുടെ പ്രത്യാശ. हमारे लिए जीवन दिया हुआ, हम जिस यीशु मसीह के ऊपर विश्वास करते हैं उसी यीशु मसीह में हमारी आशा होना है, अंत होना है, ये प्रभु का वचन हमें बता रहा है। നമുക്ക് യേശു നൽകിയിട്ടുള്ള വചനങ്ങളിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ശുഭഭാവി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. हमें यीशु मसीह ने जो वचन दिया है उन वचनों में यदि हम विश्वास करते हैं तो निश्चित रीति से हमारे जीवन में एक आशीषित अंत को प्रभु हमें देने पाएगा। അതെ, തുടക്കത്തിൽ തന്നെ അവസാനവും അറിയുന്നതായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ചുള്ളതായ എൻ്റെ ഉദ്ദേശങ്ങള്, എൻ്റെ ആഗ്രഹങ്ങള്, എൻ്റെ പ്ലാനുകള് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. हमारे जीवन में ही हमारे शुरुआत से लेकर अंत तक को जानने वाला वो परमेश्वर हमसे इस प्रकार से कह रहा है कि मैं तुम्हारे विषय में जो तुम्हारा अंत है वो मैं जानता हूं और उसको मैं पूरा करने के लिए मैं सामर्थी भी हूं।
ഇന്നത്തെ പ്രതികൂലങ്ങളില്, പരീക്ഷകളില്, കഷ്ടങ്ങളില്, ജീവിതത്തെ ആ ഒരു പരീക്ഷണങ്ങളിലൊക്കെയും നമ്മൾ തകർന്നു പോവുകയില്ല എന്ന് ദൈവം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. जीवन के परिस्थितियों में, जीवन की मुश्किल अवस्थाओं में हम कभी भी थकेंगे नहीं, हम कभी भी हारेंगे नहीं। ये प्रभु का वचन हमें यहाँ पर बताता है। ഈ കഠിന ശോധനയിലൂടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത് അത് തിന്മയ്ക്കല്ല, മറിച്ച് അത് നന്മയ്ക്കായി ഭവിക്കും എന്നാണ്. ये कठिन आमीन अवस्थाओं में यदि हमारे जीवन में हम ऐसे ऐसे परिस्थितियों में से होकर जाते हुए हैं, तो प्रभु का वचन हमें बता रहा है कि हमारी हानि के लिए नहीं है, परंतु हमारे कुशल के लिए ही है। നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് നാം ഇതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ തയ്യാറാകാതിരുന്നതായ സന്ദർഭങ്ങൾ കാണുവാൻ കഴിയും. हमारे जीवन में जब जब कोई भी प्रकार की समस्या ना हो, तो उस समय में ऐसे सवेरे उठकर प्रभु की उपस्थिति में प्रार्थना करने के लिए हम कई बार तैयार भी नहीं रहते हैं। പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കൾ അധിക സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവിടുവാൻ തക്കവണ്ണം തയ്യാറാകും. जब प्रश्नों के बीच में से और मुश्किल अवसर से हम जब होकर जाते हैं, तो परमेश्वर के लोग जो हैं अधिक समय प्रभु की उपस्थिति में बिताने के लिए वे अपने आप को समर्पित रखते हैं। അപ്പോൾ നമ്മുടെ ഈ ശോധനയിലൂടെ കർത്താവ് കടത്തിവിടുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അധികമായിട്ട് നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, പ്രാർത്ഥിക്കണമെന്നാണ്. जब हम इस प्रकार की मुश्किल अवस्था से या प्रतिकूल और ऐसे कठिन समस्याओं से होकर जाते हैं, तो हमें प्रभु हमसे यही मांग रखता है कि हम अधिक प्रभु के ऊपर हम भरोसा करें और उसमें विश्वास रखें। ചില മാതാപിതാക്കൾ അനുസരണം കെട്ടതായ അവരുടേതായ മക്കളെ കുറിച്ച് വളരെ ഭാരപ്പെടാറുണ്ട്. कई माँ बाप जो हैं आज्ञा ना मानने वाले उनके संतानों के प्रति बहुत चिंतित होते हैं, बहुत दुख उठाते हैं। യൗവനക്കാരായ അവരുടെ മക്കൾ പലപ്പോഴും അവരെ അനുസരിക്കാറില്ല. जवान बच्चे जो उनके होते हैं, वे कई बार उनकी बातों को या उनकी आज्ञाओं को पालन नहीं करते हैं। അതുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം രാപകൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. तो उस प्रकार से वे अपने बच्चों के लिए निरंतर रात और सुबह वे प्रार्थना करते रहते हैं। ഈ അനുസരണയില്ലാത്തതായ മക്കൾ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ പിതാവിന്റെ അടുക്കൽ ഓടി വരും. लेकिन ये जो आज्ञा ना मानने वाले ये संतान जो होते हैं, लेकिन उनकी जब जीवन में आवश्यकता आती है, तो दौड़कर अपने माता पिता के पास आते हुए हम देख सकते हैं। എന്നാൽ മറ്റ് സന്ദർഭങ്ങളിൽ പിതാവിനെ അനുസരിക്കുവാനോ പിതാവിന്റെ സാന്നിധ്യമോ ഇഷ്ട परंतु दूसरी परिस्थितियों में जब हम देखते हैं, तो पिता की उपस्थिति को देखना भी पसंद नहीं करते हैं, ना पिता की बातों को सुनना वे पसंद करते हैं। മൈൻഡ് ചെയ്യാതെ നടക്കുന്നതായ ഒരു മകനെ കുറിച്ച് ചിന്തിക്കുക. हम ऐसे एक बच्चे के बारे में या एक संतान के बारे में कल्पना करेंगे, जो अपने पिता के पास आवश्यकता के समय में आते हैं, और जब आवश्यकता नहीं होते हैं तो पिता को ध्यान भी नहीं देते हैं। പിതാവ് പറയുന്നതൊന്നും അനുസരിക്കത്തില്ല, പക്ഷെ പിതാവിന്റെ നന്മകളൊക്കെ വേണം. और पिता जो कह रहा है उन बातों का वो अनसुना करता है, परंतु पिता के हाथ से सारी प्रकार की आशीषों को वो चाहते हैं। പിതാവ് അതുകൊണ്ട് ഈ ജനത്തെ, ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്ന് ഡിസിപ്ലിൻ വരുത്തുവാനൊക്കെ വേണം, അനുസരണയുള്ളവരാക്കി തീർക്കുവാനത്രേ പ്രവാസത്തിലേക്ക് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. और ऐसी ही स्थिति में इजरायलियों की दशा होती थी, और उनको थोड़े आमीन आमीन सही दिशा में ले आने के लिए परमेश्वर ने उनको जो है बंधुआई के अवसर में जो है अन्य जातियों के हाथ में सौंप देता है। നമ്മെ പലപ്പോഴും കഠിനമായ അവസ്ഥകളിലൂടെ ദൈവം കടത്തിവിടുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അത്രേ. कई बार हमारे जीवन में ऐसी कठिन स्थितियों में से हमें होकर जाने के लिए प्रभु इसलिए अनुमति देता है, ताकि हमें प्रभु के उस मार्ग को और प्रभु का इच्छा को हमारे जीवन में प्रकट कराए। ആവശ്യം വരുമ്പോൾ മാത്രം പിതാവിന്റെ അടുക്കൽ വന്ന് കഴിക്കുന്നതായ കാഷ്വൽ പ്രേയേഴ്സ്, വല്ലപ്പോഴും ഉള്ളതായ പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിരന്തരമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവുമായി ബന്ധമുള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
आवश्यकता आने के समय में ही केवल आकर एक साधारण सा प्रार्थना कर कर जाने वाली अवस्था में नहीं, परंतु परमेश्वर चाहता है कि परमेश्वर के साथ एक निरंतर संबंध में हम रहे और निरंतर प्रार्थना हम अपने जीवन में करते रहें। ദൈവഹിതപ്രകാരം ജീവിക്കുന്നതായ അനേകം വ്യക്തികളുടെ ജീവിതത്തില് പല വിധത്തിലുള്ളതായ ശോധനകൾ കടന്നു വരാറുണ്ട്. परमेश्वर की इच्छा के अनुसार जीने वाले अनेक लोगों के जीवन में हम देख पाते हैं कि कई प्रकार की मुश्किल और परिस्थितियों का हमें सामना उनको करना पड़ता है। അവരുടെ ഇന്നത്തെ അവസ്ഥ കർത്താവ് സന്തുഷ്ടനല്ല. അതുകൊണ്ട് ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അധികമായി കർത്താവിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ളതായ ഒരു ആഹ്വാനമത്രേ അതിലൂടെ കാണുന്നത്. कई बार उन परिस्थितियों से हम ये समझ पाते हैं कि प्रभु आज जो उनकी वर्तमान स्थिति से जो है प्रसन्न नहीं है। प्रभु चाहता है कि उनके जीवन में और वे और परमेश्वर के प्रति बड़े समर्पण को दिखाएं और प्रभु के साथ वो अधिक विश्वास में आगे बढ़ते चले। ഇവര് കഠിനമായ ശോധനയിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിൽ അടിമകളായി ഇരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനും ഒരു ആത്മീയമായിട്ടുള്ളതായ ഒരു രൂപാന്തരം അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാനും ദൈവം ആഗ്രഹിക്കുന്നു. और इन लोगों के जीवन में, इजरायलियों के जीवन में हम देखते हैं कि कठिन प्रकार की परिस्थितियों से जब होकर जा रहे हैं तो परमेश्वर उनसे ये चाहत रखता है कि वे प्रभु से बहुत ज्यादा वो आश्रित रखे और साथ साथ वो परमेश्वर के वचनों में विश्वास करते हुए बढ़े। നമ്മുടേതായ ഇത്തരം സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് ആത്മീയ വർധനവിന് വേണ്ടിയുള്ളതായ ഒരു അവസരമായിട്ട് ദൈവമക്കൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. और प्रभु के लोग भी ऐसे स्थितियों में से जब हम भी होकर जाते हैं तो हमें ये बात को समझना जरूरी है कि हमारी आत्मिक जीवन में उन्नति को लाने के लिए ऐसी स्थितियां हमारे जीवन में ले आई जाती हैं। നാം പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്രേ നമ്മൾ വിശ്വാസം ഉണ്ടാകുന്നത്. हम जब प्रतिकूल अवस्थाओं में से होकर जाते हैं तभी हमारे अंदर जो है विश्वास का वृद्धि होती है। നമ്മുടെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. और परमेश्वर चाहता है कि हमारे जीवन में हम और ज्यादा पवित्र बने। നമ്മുടെ ജീവിതത്തിലെ ഒരു ശുദ്ധീകരണം അത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും എന്നത്ര ദൈവത്തിന്റെ കൽപ്പന. परमेश्वर और थोड़ा हमारे अंदर शुद्धिकरण का अवसर को चाहता है, जैसे प्रभु का वचन में लिखा हुआ है, जैसा मैं पवित्र हूं वैसे तुम भी पवित्र बनो। നമ്മുടെ ജീവിതത്തിലുള്ളതായ നിഗളഭാവം മാറ്റിയെടുക്കുവാൻ നമ്മെ വിനയപ്പെടുത്തുവാൻ താഴ്മയുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം അത് ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. और हमारे अंदर के अहंकार की भावनाओं को हटाकर हमें नम्र और दीन बनाने के लिए परमेश्वर का वचन हमारे जीवन में चाहत रखता है। എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയത്തില്ല. പഠിക്കുവാൻ ആഗ്രഹമുള്ളതായ അത് ഒരു ടീച്ചബിൾ സ്പിരിറ്റുള്ള വ്യക്തികളെ മാത്രമേ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയുള്ളൂ. ये बात को हमें जानना जरूरी है कि हर एक व्यक्ति को हम सिखा नहीं पाएंगे, परंतु उन्हीं व्यक्ति को हम सिखा पाते हैं जो सीखने का एक आत्मा उनके हृदय में वो रखती हैं। ഇത്തരം പരീക്ഷകളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ അവർ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകും. और ऐसे परीक्षाओं में से वे व्यक्ति होकर जब गुजरते हैं तो पूर्ण मन के साथ वो परमेश्वर की बातों को सुनने के लिए और अनुसरण करने के लिए वे तैयार हो जाते हैं। ഇത്തരം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴത്രേ മനുഷ്യർ പൂർണ്ണ ഹൃദയത്തോടുകൂടിയും വിത്ത് ആൻ അൺഡിവൈഡഡ് ഹാർട്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടിയും ദൈവത്തെ അന്വേഷിക്കുന്നത്. और ऐसी प्रतिकूल अवस्थाओं में से होकर जाने के समय में भी, इस समय में एक मनुष्य जो है, एक व्यक्ति जो है पूर्ण मन के साथ बिना कोई विभाजन वाले हृदय से प्रभु की उपस्थिति में प्रभु की बातों को वो सुनने के लिए वे तैयार होते हैं। നാം പ്രവാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ഹൃദയത്തെ നമുക്ക് പകർന്നു തരും. हम जब बंधुआई के अवसर में से होकर जाते हैं या कष्ट और प्रतिकूल अवस्था में से होकर जाते हैं तब परमेश्वर उतर आकर हमारे लिए कार्य करता है। ചില നന്മകൾ നാം ആഗ്രഹിക്കുന്നതായ ചില നന്മകൾ മാത്രമല്ല, മറിച്ച് തന്നെ നമുക്ക് വേണ്ടി തരുവാൻ തയ്യാറായിട്ട് നമ്മളോടൊപ്പം വസിക്കുവാൻ തയ്യാറാകുന്നതായ ആ യേശുവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും.
हम चाहने वाले कुछ आशीषों को ही देने के लिए नहीं, परंतु अपने आप को हमारे लिए देने के लिए, और हम जो आमीन आशा रखे हैं उस आशा को हमारे जीवन में पूरा करने के लिए वो परमेश्वर तैयार रहता है। അപ്പൊ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ദൈവത്തിന് നമ്മെ ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ളതായ ഒരു താല്പര്യം നമുക്കുണ്ടാകും. और उस ऐसे प्रतिकूल अवसर में भी परमेश्वर के ऊपर विश्वास करने का एक हृदय मन हमारे अंदर हो जाते हैं। ഇന്ന് വരെയുള്ളതായ ലോക ചരിത്രത്തിലെ വിശ്വാസികളുടെ ജീവിതം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ശക്തമായിട്ട് വളർന്നു വന്നിട്ടുള്ളത് പ്രതികൂലങ്ങൾ സാഹചര്യങ്ങളെ നേരിട്ടപ്പോഴത്രേ. आज तक इतिहास में विश्वास में बड़े हुए लोगों के इतिहास को हम देखते हैं, तो ऐसे प्रतिकूल अवसर में वे विश्वास करते हुए परमेश्वर में बढ़ते चले आने वाली एक स्थिति को हम देख पाते हैं। ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സുഖലോലുപരായിട്ട് ജീവിക്കുന്നതായ ആം ചെയർ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളെ നേരിടുവാൻ ഇല്ലാത്തത് കൊണ്ട് ആത്മീയമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല. और जीवन में जिन ऐसे मसीहों के जीवन में जो समस्याएं नहीं है, आराम से कुर्सी में बैठे हुए ऐसे मसीहों के जीवन में आमीन इसी प्रकार के समस्याओं को और उसी 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 अवसर में परमेश्वर की ओर से मिलने वाली समाधान को भी हम नहीं देख पाते हैं। ഇവിടെ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത് ആം, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിപ്പീൻ. और यहाँ प्रभु के वचन में परमेश्वर जो है इजरायली लोगों से इस प्रकार से मांग रखता है कि तुम मेरे उपस्थिति में आकर प्रार्थना करना है। എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. प्रभु इस प्रकार से कह रहा है परमेश्वर कि मेरा जो है तुम्हारे प्रति एक योजना मैंने बना रखा है। എന്റെ പ്ലാനുകളെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. और मेरी ये जो योजनाएं हैं ये तुम हानि के लिए नहीं है परंतु तुम्हारे लाभ के लिए हैं। നിങ്ങൾക്ക് ഒരു ശുഭഭാവിയുണ്ട്. तुम्हारे लिए एक आशीषित अंत मैंने तुम्हारे लिए रखा हुआ है। അതെ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് ജീവിതത്തിൽ ചിന്തിക്കുന്ന ചില വ്യക്തികളോടുള്ളതായ ദൂതാണിത്. और ऐसे लोगों के लिए जो अपने जीवन में इस प्रकार से सोच रहे हैं कि आगे मेरे लिए कोई उम्मीद नहीं है, कोई आशा नहीं है, उन्हीं के लिए देने वाला संदेश ये है। ഇന്നുള്ള പ്രതികൂലങ്ങൾ മാറുവാൻ പോകുന്നു. ദൈവം നമ്മുടെ അവസ്ഥകൾ മാറ്റുവാൻ പോകുന്നു. आज आपके जीवन में देखे जाने वाले विरोधित परिस्थिति हटने जा रही हैं, हमारे जीवन में परमेश्वर की आशीषें प्रभु ढेलने जा रहा है। അതെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കെന്ന് ദൈവം വ്യക്തമായിട്ട് ഇവിടെ സംസാരിക്കുന്നു. यहाँ पर परमेश्वर बड़े स्पष्ट रीति से ये बात को समझा रहा है कि परमेश्वर को हमारे लिए जो बातें हैं वो हमारे हानि के लिए नहीं परंतु हमारा कुशल के लिए ही है। അതുകൊണ്ട് ഈ ജനങ്ങളോട് പ്രവാസത്തിലിരിക്കുമ്പോൾ തന്നെ അവർ ആയിരിക്കുന്നതായ ആ, പട്ടണത്തിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം, നല്ല നിരാശപ്പെട്ടിരിക്കുവാനല്ല ദൈവം അവരോട് പറഞ്ഞത്. तो इसलिए इन लोगों से जो इजरायली लोग हैं उन लोगों से परमेश्वर कहता है कि तुम जब बंधुआई में रहने के समय में ही निराशा के अवसर में ना रहे परंतु प्रभु में संपर्क करते हुए प्रभु में आशा रखते हुए एक सक्रिय जीवन को जीने का मांग प्रभु वहां पर उनसे कहता है। യഹോവ അവരോട് അരുളി ചെയ്തത്, നിങ്ങൾ പാർക്കുന്നതായ ആ പട്ടണത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് പറഞ്ഞു. और परमेश्वर उनसे इस प्रकार से कह रहा है कि तुम जिस स्थान में रहते हो उस स्थान की आशीष और उस स्थान को वृद्धि होने के लिए तुम उस देश के लिए प्रार्थना करना है। ആ പട്ടണത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്ന് ദൈവം അവരെ ഓർമ്മിപ്പിച്ചു. वचन से उन्हें प्रभु ये बात को याद दिलाता है कि यदि उस स्थान में किसी प्रकार की आशीष और भलाई रही है तो वो तुम्हारे लिए भी है, ऐसे उनको याद कराता है। നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായ ഒരു ചിന്ത ഉപേക്ഷിച്ചിട്ട് മറിച്ച് വളരെ ആക്റ്റീവ് ആകുവാൻ തക്കവണ്ണം, അവിടെ വീടുകൾ പണിയുവാൻ തക്കവണ്ണം, അവിടെ കൃഷി നടത്തുവാൻ തക്കവണ്ണം, അത് വരുമാനം ഉണ്ടാക്കുവാനൊക്കെയും ജനത്തെ ഉത്ബോധിപ്പിച്ചു.
और प्रभु जो परमेश्वर जो है उन लोगों से ये बात का सलाह देता है कि तुम्हारे जीवन में इस स्थान में तुम में सक्रिय होकर वहां पर घर बनाकर खेती करते हुए अपने उपज को कमाते हुए, आमीन, तुम्हारे जीवन में तुम आशा के साथ इस स्थान में तुम्हें रहना है। പ്രശ്നങ്ങൾ വരുമ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുവാനല്ല, മറിച്ച് കർമ്മനിരതരായി തീരുവാൻ തക്കവണ്ണം ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर भी हमसे यही चाहत रखता है कि प्रश्न या समस्याएं आने के समय में रोते हुए बिलखते हुए बैठने के लिए नहीं है, परंतु अपने कार्यों में आमीन शामिल होते हुए प्रभु में विश्वास करते हुए आगे कार्यों को करने के लिए प्रभु हमसे कह रहा है। ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങളുടേതായ പ്രതികൂലങ്ങളും നിങ്ങളുടേതായ പ്രവാസകാലം അത് ഒരു അവസരമാക്കി പ്രയോജനപ്പെടുത്തുവാൻ തന്നെ ദൈവം ഉത്ബോധിപ്പിച്ചത്. परमेश्वर उनसे कहता है कि तुम्हारे प्रतिकूल अवसर को और तुम्हारा इस बंधुआई के क्षण को परमेश्वर में आशीषित रूप में बदलने के लिए तुम्हें प्रार्थना करना है। ആ, അതെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആലോചന അത് തന്നെയാണ്. और हमारे एक एक लोगों के प्रति परमेश्वर का इच्छा और परमेश्वर का जो वाणी भी यही है। അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, കർത്താവേ ഞങ്ങളെ എത്രയും വേഗം ഇവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന്. उनकी एक ही एक इच्छा और एक ही एक प्रार्थना यह है कि परमेश्वर जल्द से जल्द हम अपने हमें जो स्वदेश है वहां पर हमें ले चलना है। എന്നാൽ ദൈവം അവരോട് പറഞ്ഞത്, അല്ലല്ല, ഉടനെ ഒന്നും ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നില്ല. 70 സംവത്സരം കഴിഞ്ഞിട്ട് മാത്രമേ സ്വന്തം നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുപോവുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. तो परमेश्वर उनसे ये बात के प्रति उनको उत्तर देता है कि नहीं, मैं तुम्हें तुरंत नहीं ले जाने वाला हूं, मैं तुम्हें 70 साल के पश्चात तुम्हें यहाँ से लौटा कर ले जाऊंगा। അങ്ങനെ ഒരു ആ, ഒരു പ്രവാസകാലം, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ, ആ, നാം അതെ ആ, നമ്മെ ദൈവം അത് പ്രിപ്പയർ ചെയ്യുകയാണ്, നമ്മെ അതിന് ദൈവം പ്രാപ്തരാക്കുകയാണ് എന്ന് നാം ആഗ്രഹിക്കുന്നതായ ആ നന്മ അത് എൻജോയ് ചെയ്യുവാൻ തക്കവണ്ണം അത് ദൈവം തരുന്നതായ നന്മകൾ ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. तो परमेश्वर जब हमारे जीवन में ऐसी एक काल अवधि जब ठहराता है तो वहां से बचकर भागने के लिए नहीं, परंतु परमेश्वर हमें उस समय में ऐसे समस्याओं में डालकर प्रभु हमसे कुछ बातों को सिखाना चाहता है। और उस स्थान में रहते हुए वहां की आशीषों को अनुभव करते हुए आमीन प्रभु में बढ़ने के लिए प्रभु हमारे जीवन से इच्छा करता है। നമ്മുടെ സ്വഭാവ രൂപവൽക്കരണം വളരെ പ്രധാനമാണ്. സ്വഭാവം അത് മാറിയില്ല എങ്കിൽ ദൈവം കൊടുക്കുന്ന കൃപകൾ മിസ്യൂസ് ചെയ്യുന്നതായ അനേകം വ്യക്തികളെ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. हमारे जीवन में हमारे चरित्र का निर्माण होना बहुत जरूरी है, और यदि आमीन हमारे जीवन के चरित्र यदि हम सही नहीं कर पाते हैं तो परमेश्वर ऐसी स्थितियों में से हमें होकर जाने के लिए मजबूर करता है। ദൈവത്തിന്റെ ഒരു ഡിസിപ്ലിനറി പ്രോസസ്സിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ ദൈവികമായിട്ടുള്ള സ്വഭാവം നമ്മിൽ ഉണ്ടാവുകയും ദൈവം തരുന്ന കൃപകളെ വളരെ വിലയേറിയതായിട്ട് കണക്കാക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. परमेश्वर के द्वारा हम जब अपने जीवन में जो है ऐसे अनुशासन के अवसर में से जब हमें होकर जाने के लिए हमें मजबूर होता है तो उसी के द्वारा ईश्वरीय स्वभाव हमारे अंदर उत्पन्न होती है, और उसी के द्वारा हम अपने जीवन में परमेश्वर ने रखी हुई आशीषों को हम अपने आप में प्राप्त कर पाते हैं। അന്യദേശത്ത് അവർ താമസിക്കേണ്ടി വരുന്നു എങ്കിലും അവിടെയും അവരെ ഉയർത്തുവാൻ, അവിടെ അവരെ മാനിക്കുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന് കഴിയും എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. भले इन इसराइलियों को अन्य जातियों के देश में वास करना पड़ रहा है, परंतु वहां पर भी उन्हें आशीषित करने के लिए, वहां पर भी उनको सम्मान देने के लिए वो परमेश्वर चाहत रखता है, और प्रभु से ये संभव है, ये प्रभु उन्हें ये बात को बताता है। യോസേഫിനെ ദൈവം മാനിച്ചതും ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചതും ഈജിപ്തിൽ വെച്ചായിരുന്നു. और यूसुफ के भी जीवन में हम यही बात को देखते हैं कि यूसुफ को परमेश्वर सम्मानित करता है और उनको सारी आशीषों से भरता है। वो इज़राइल में नहीं था, परंतु वो मिस्र देश में था। ദാനിയേലിനെ ഏറ്റവും ഉയർത്തിയത് അവൻ പ്രവാസത്തിലായിരുന്നപ്പോഴായിരുന്നു, അന്യദേശത്തായിരുന്നു.
डैनियल के भी जीवन में हम देखते हैं कि डैनियल को परमेश्वर ने सबसे ऊंचा आमीन अपने बंदवाई के समय में जब अन्य अन्य जातियों के देश में थे तब परमेश्वर ने उनके साथ ऐसे कार्य को किया। ഒരു സാധാരണ പെൺകുട്ടി എസ്തർ രാജ്ഞിയായിട്ട് വാഴിക്കപ്പെട്ടത് അവൾ അന്യദേശത്തായിരുന്നപ്പോഴായിരുന്നു. और एक साधारण एक आमीन जो युवती एस्टर जो है अन्य जातियों के देश में जब वो रहने के समय में परमेश्वर ने उसको रानी बनने का एक अवसर वहां पर दिया। നാം ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും സ്വദേശത്തോ വിദേശത്തോ പ്രവാസത്തിലോ ആയിരുന്നാലും അവിടെയും ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും നമുക്ക് കാണുവാൻ കഴിയും. हम चाहे कोई भी स्थान में रहने पाए, चाहे हमारे स्वदेश में हो या विदेश में हो या परदेसी होकर हो, हमें कहीं पर भी परमेश्वर हमारे जीवन में हमें सम्मान देने के लिए, हमें आशीषित करने के लिए प्रभु से वो संभव है। യോസേഫിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവൻ അവൻ നീണ്ട അനേക വർഷങ്ങളും അവൻ അടിമയാക്കപ്പെട്ടു. പിന്നെ പൊട്ടക്കുഴിയിൽ കിടന്ന അവസരങ്ങളുണ്ട്, ജയിലിൽ കിടന്ന അവസരങ്ങളുണ്ട്, പിന്നെ പലവിധമായ അപവാദങ്ങൾ കേൾക്കേണ്ട അനേക വർഷങ്ങൾ അവൻ ഈ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. यूसुफ के जीवन से हम यदि देखेंगे तो यूसुफ के जीवन में जो है सूखी कुएं के अनुभव को अनुभव करना पड़ा और साथ में अन्य जातियों के देश में गुलाम के समान उनको रहना पड़ा, बहुत प्रकार का निंदित होने वाली परिस्थितियों को सामना करना पड़ा। और ऐसे सब जो है हमें जो बंधुआई के समय में उसके जीवन में हो रहा था। ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിലും അനേക വർഷങ്ങൾ അവൻ അത് ആടുകളെ മേയിച്ച് വനാന്തരങ്ങളിലൂടെ തന്നെ അനാഥനായിട്ട് കഴിയേണ്ടതായ സന്ദർഭങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടായി. दाऊद के जीवन में हम देखते हैं कि वे अभिषिक्त हुए थे, अभिषेक पाया हुआ व्यक्ति था, परंतु कई साल जो हैं वो एक अनाथ के समान अकेले जो है मरुभूमि में और जंगल स्थानों में उसको भटकना पड़ा। ഈ ഒരു കാലഘട്ടം ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. और ऐसी एक परिस्थिति जब परमेश्वर हमारे जीवन में ले आता है तो प्रभु हमसे यही चाहत रखता है कि हमारे चरित्र का निर्माण हो जाए और हमारे जीवन में प्रभु की आशीषों को हम सही रीति से प्राप्त कर सकें। ദൈവമക്കളുടെ ജീവിതത്തിലെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇങ്ങനെയുള്ളതായ അത് ഒരു കഷ്ടകാലം ഒരു ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അനുവദിക്കുന്നുണ്ട്. അത് നമ്മുടേതായ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അത്രേ. मसीहों के जीवन में परमेश्वर ऐसे कालावधि इसलिए ठहराया हुआ है या कष्ट का समय इसलिए ठहराया हुआ है ताकि हमारे स्वभाव में सुधार आ जाए और हमारे जीवन में परमेश्वर का आशीषों को हम सही रीति से प्राप्त कर पाए। നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാകുകയും ദൈവത്തിന്റെ ചിന്തകൾ നമുക്കുണ്ടാകണം. അതേ സ്വഭാവം അതേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായി നമ്മെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. हमारे हृदय और परमेश्वर के हृदय के साथ एक संबंध होने के लिए हम एक दूसरे के साथ एक हम इन बराबरी के अनुभव में आने के लिए या फिर परमेश्वर जो सोचता है वही हम सोचने पाए, ऐसी एक स्थिति में पहुंचने के लिए परमेश्वर हमारे जीवन से ऐसी स्थितियों को ले आता है। ദൈവത്തിന്റെ ചില പ്രത്യേകതകളാണല്ലോ വിശ്വസ്തതയും അതുപോലെ തന്നെ മനസ്സലിവും എന്ന് പറയുന്നത്. और परमेश्वर का चरित्र या स्वभाव का विशेषता यह है कि परमेश्वर जो है करुणा करने वाला प्रभु है और साथ साथ विश्वास योग्य रहने वाला परमेश्वर है। എത്ര വലിയ പേരുള്ള ദൈവദാസനാണെങ്കിലും കർത്താവിൽ പ്രസിദ്ധനാണെങ്കിലും മനസ്സലിവില്ല എങ്കിൽ അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുകയില്ല. कितना भी बड़ा प्रभु के दास क्यों ना हो या कितना भी जाना माना एक अभिषिक्त क्यों ना हो, यदि उस व्यक्ति के अंदर परमेश्वर का करुणा कार्य नहीं कर रहा है तो ये ऐसे कहने से ऐसे बोलने से कोई अर्थ नहीं होगा। നമ്മുടെ ബലഹീനതകളിൽ കർത്താവിന്റെ ശക്തി തികഞ്ഞു വരുന്നത് കൊണ്ട് ഏത് പ്രതികൂലങ്ങളെയും അത് പ്രവാസ ജീവിതത്തെയും വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ശക്തി തരും. हमारे अमेन कमजोरी की स्थिति में परमेश्वर अपनी आशीषों को देकर अपने सामर्थ्य को देकर हमें तृप्त कराता है। इसलिए कोई भी परिस्थिति में क्यों ना हो, हमारे बंधुआई की स्थिति में भी परमेश्वर की सामर्थ्य हमें देकर प्रभु हमें आगे बढ़ाएगा। അത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമായ കഷ്ടങ്ങളിലും ശോധനകളിലൂടെ കടന്നു പോകുകയും അത് സ്വല്പനാൾ കൊണ്ട് അവസാനിക്കും.
हम जब इस संसार में रहते हैं, कई प्रकार की कष्ट और नष्ट के अनुभवों से हमें होकर जाना होता है, परंतु उस आमीन जो अवसर जो है आमीन कई समय में हो समाप्त हो जाएंगे। അതുകൊണ്ട് ഈ വചനത്തിലൂടെ ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്നതായ ചില നിർദ്ദേശങ്ങളാണ് നാം കണ്ടത്. और इसलिए इन वचनों के द्वारा परमेश्वर उन लोगों को देने वाले कई निर्देशों को हमने यहाँ पर अभी सुबह के समय में देखा। ആ, തങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുവാനല്ല, വളരെ ആ, കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം അവന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഒരു പുതിയ തീരുമാനത്തോടു കൂടി ആയി തീരുവാൻ ദൈവം അവരെക്കുറിച്ച് आग्रഹിക്കുന്നു. अपने जीवन में क्यों ऐसी समस्याएं आए हैं, इसको सोचते हुए रोते हुए बैठने के अनुभव में नहीं है, परंतु ऐसी स्थिति मेरे जीवन में मेरे हानि के लिए नहीं परंतु कुशल के लिए है, समझकर आगे बढ़ने के लिए प्रभु हमारे जीवन से चाहत रखता है। എന്റെ ജീവിതത്തിൽ ഈ ശോധനകൾ എന്തിന് എന്ന് വിചാരിച്ചുകൊണ്ട് വിലപിക്കുന്നതായി വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അത് ഈ അവസ്ഥകൾ മാറുവാൻ പോകുന്നു എന്ന്. और आमीन मेरे जीवन में ऐसे प्रकार की कठिन परिस्थिति क्यों है, ऐसे सोचकर आमीन चिंतित रहने वाले निराश रहने वाले लोगों से प्रभु का वाणी इस प्रकार का है कि परमेश्वर जल्द ही ऐसे स्थिति में से आपको बाहर लेकर आएगा। അതെ, നാം പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. हमें ये बात को ध्यान रखना जरूरी है कि हम जब बंधुआई के समय में से होकर जाने के समय में भी परमेश्वर का दृष्टि हमारे ऊपर बनी रहती है। ആ, AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ ഒരു വിശുദ്ധരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സെയിന്റ് പാട്രിക് എന്നാണ്. यीशु मसीह के मृत्यु के बाद जो है 5वीं शताब्दी में रहने वाले एक पवित्र व्यक्ति इस प्रकार का था, उसके उसका नाम था सेंट पैट्रिक। അദ്ദേഹം ബ്രിട്ടനിലാണ് ജീവിച്ചിരുന്നത്. वो जो है ब्रिटेन जो देश है वहां पर वो जीवित थे। അന്ന് ബ്രിട്ടനും റോമും എല്ലാം റോമിന്റെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ബ്രിട്ടനും. और उन समय में जो था ब्रिटेन जो है या ये ब्रिटेन जो है रोमी शासन के अधीनता में उस समय में रहते थे। ആ, 16 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. उस समय वो वहां पर 16 साल का एक नौजवान वहां पर रहता था। അയർലൻഡിലുള്ളതായ തീവ്രവാദികളെ ഭീകരന്മാര് ആം, ഈ ചെറുപ്പക്കാരനെ 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി. आयरलैंड से आमेन आए हुए कई ऐसे आतंकवादी के समान रहने वाले लोग जो थे आकर ये जो जवान लड़का जो था 16 साल का उसे अपहरण कर कर ले गया। ഈ ചെറുപ്പക്കാരനെ അവർ അടിമയായിട്ട് അത്ര പിടിച്ചു കൊണ്ടുപോയത്. और इस जवान लड़के को जो है अपने गुलाम बनाकर वो लोग ले गए थे। അവൻ പലപ്പോഴും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. और कई बार इस जवान लड़के को जो है जंजीरों में वे बंद करके रखे हुए थे। പലപ്പോഴും അവൻ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. कई बार उसे भूखा सोना पड़ा है। ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ് അവനെ കൊണ്ട് ആം, ആ, അവന്റെ യജമാനന്മാർ ചെയ്യിച്ചു കൊണ്ടിരുന്നത്. और उसके जो स्वामी जो थे उसे भेड़ बकरियों को चराने का वो नौकरी या वो कार्य को सौंपा हुआ था। അവന് 6 വർഷക്കാലം അയർലൻഡിലെ ആടുകളെ മേയിച്ചുകൊണ്ട് അടിമയായിട്ട് ജീവിച്ചു. और ये जवान लड़का जो है 6 साल तक वहां भेड़ बकरियों को चराते हुए उनका एक गुलाम बन के रहने लगा। അവനും ചിന്തിച്ചു, ആ, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അടിമത്തം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന്. और ये लड़का इस प्रकार से सोचने लगा कि मेरे जीवन में क्यों इस प्रकार का गुलामी के अवसर में मुझे रहना पड़ा है ऐसे। അവനെ കൊണ്ട് കഠിനമായിട്ടുള്ള ജോലി ചെയ്യിച്ചപ്പോഴൊക്കെ അവൻ ചിന്തിച്ചു, അവൻ അവൻ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. और जब उसके उस उसी से जब कठिन कार्यों को कराया जाता था वो अधिक अधिक जो है परमेश्वर के ऊपर भरोसा करने शुरू किया। പണ്ട് അവന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അവനെ ദൈവത്തെ അറിയുവാനൊക്കെ വണ്ണം ആഴമായ വിശ്വാസമുള്ളവനാക്കി തീർത്തു. और पहले जो है वे परमेश्वर पर ज्यादा विश्वास नहीं करते थे, परंतु उसकी परिस्थिति जो है प्रभु में और गहरा विश्वास करने के लिए और उसी को प्रभु में और दृढ़ बनाने के लिए उसकी परिस्थिति ने मदद किया।
ഒരു നാൾ 6 വർഷം കഴിഞ്ഞപ്പോൾ അവനെ ഒരു ദർശനമുണ്ടായി. 6 साल होने के पश्चात उसके उसे एक दर्शन मिला। നീ അവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഒരു ബോട്ട് തീരപ്രദേശത്ത് വന്നിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. और स्वप्न में इस प्रकार सो बताया गया कि तू वहां से बचकर अपने स्वदेश जाने के लिए वहां एक नाव तेरे लिए तैयार होने वाला है, इस प्रकार का एक दर्शन उसे मिला। 100 കിലോമീറ്ററോളം അവൻ യാത്ര ചെയ്ത് ആ തീരപ്രദേശത്തെത്തിയപ്പോൾ അവിടെ ഒരു ബോട്ട് അവന് വേണ്ടി തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. लगभग 100 किलोमीटर यात्रा करते हुए वे जब उस तटीय इलाके में पहुंचा तो वहां पर उसके लिए एक बोट इंतजार कर रहा था। ആ യാത്രയിലും അവന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. और उस नाव में लौट कर यात्रा करने के समय में उसे कई बार भूखा रहना पड़ा था। അവസാനം അവൻ സ്വന്തം നാട്ടിലെത്തി സ്വന്തം ഭവനത്തോടുകൂടി സ്വന്തം കുടുംബത്തിൽ ചേർന്നു. और अंत में जो है वे अपने स्वदेश पहुंच जाता है और अपने परिवार के साथ मिल जाते हैं। പിന്നെ ചില വർഷങ്ങൾ അവൻ ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കുകയും ദൈവവചനം അധികമായി പഠിക്കുന്നതിന് വേണ്ടി സെമിനാരിയിൽ ചേരുകയും ചെയ്തു. और कुछ साल के पश्चात जो है वो इंग्लैंड में रहने लगा और साथ साथ वहां पर प्रभु का वचन सीखने के लिए वो भर्ती हो गए। പിന്നത്തേതിൽ ദൈവം അവന് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കിട്ടിയതിനു ശേഷം ദൈവം അവനോട് പറഞ്ഞു, നീ വീണ്ടും അയർലൻഡിലേക്ക് പോവുക. आवश्यक रीति से जो आमीन प्रशिक्षण प्राप्त करने के बाद परमेश्वर उसे फिर से कहता है कि तू लौट कर आयरलैंड चले जाना। അയർലൻഡിലുള്ളതായ ആളുകളും പല വിചിത്ര ആചാരങ്ങളും പിന്നെ പ്രാർത്ഥനാ രീതികളും ഉള്ളവരാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ സേവിക്കുന്നതായ മനുഷ്യരായിരുന്നു. और उस समय में आयरलैंड के जो लोग थे, स्थानीय लोग, जो विचित्र प्रकार की पूजा पाठ को करने वाले और मूर्ति पूजा को करने वाले ऐसे परंपराओं को रखने वाले लोग होते थे। ഈ പാട്രിക്കിനെ പിന്നത്തേതിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച് അനേകരെ രക്ഷയിലേക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. बाद के समयों में परमेश्वर ने इस पैट्रिक नाम के व्यक्ति को हमें प्रभु के कार्य के लिए बहुत सामर्थी रूप से उपयोग करता है और अनेकों को प्रभु में ले आने के लिए प्रभु उसको मदद करता है। അയർലൻഡിൽ മൊത്തമായിട്ട് അദ്ദേഹത്തെ ശക്തമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധമായിട്ട് ദൈവം ഉപയോഗിക്കുകയും അനേകാത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്നതിനും ദൈവം ഇടയായി തീർന്നു. आयरलैंड के देश में परमेश्वर ने परमेश्वर के लिए एक बड़े सामर्थी हथियार के रूप में ये पैट्रिक नाम के व्यक्ति को उपयोग करता है और सामर्थ के साथ परमेश्वर उसके द्वारा बड़े बड़े कार्यों को वहां कराता है। അദ്ദേഹത്തിന്റെ പ്രയത്നപരമായിട്ട് നിരവധി സഭകൾ അവിടെ രൂപീകരിക്കുന്നതിനും ആശ്രമങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്കൂളുകളും കോളേജുകളും ഒക്കെയും സ്ഥാപിക്കുന്നതിന് इടയായി തീർന്നു. और इस व्यक्ति का प्रयत्न के कारण वहां पे उसके फलस्वरूप जो है अनेक स्कूलों को, अनेक अनाथालयों को, ऐसे आमीन जगहों को लोगों के लिए तैयार करने में प्रभु उसे मदद करता है। അത് പ്രാകൃതന്മാരായിരുന്നതായ അവിടെയുള്ളതായ ജനങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ തക്കം ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതായ ഒരു മനുഷ്യനായിരുന്നു സെയിന്റ് പാട്രിക്. और जंगली अनुभव में रहने वाले लोगों को प्रभु के उद्धार के अनुभव में ले आकर उन्हें प्रभु में आशीषित बनाने के लिए और अनेकों को ऐसी स्थितियों में से बाहर ले आने के लिए परमेश्वर ने इस संत पैट्रिक को उपयोग में ले आया। അപ്പോൾ ദൈവം അത് യുവാവായിരുന്ന തന്നെ ഒരു അടിമയായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നതിന് ഇടയായതിൻ്റെതായ ആ ഒരു സാഹചര്യം എന്താണ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പിന്നത്തെ വെളിപ്പെട്ടു വന്നു. और बाद बाद में ये बात को समझ आया कि किस प्रकार से एक जवान लड़के को गुलाम बनाकर ले गया था, परंतु किस कारण से प्रभु ने उसे ले गया और उसे लौटा ले आकर किस प्रकार से प्रभु ने उसको उस देश के लिए एक आशीष का कारण ठहराया, ये बाद में आमीन आमीन जो है चित्र स्पष्ट होने लगे। തന്റെ ശുശ്രൂഷയിലൂടെ അനേക രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അനേക രോഗികൾ സൗഖ്യമായി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. और उसकी सेवकाई के द्वारा अनेक लोग जो है उद्धार के अनुभव में आए, अनेक बीमार चंगे हो गए। आमीन। इतना ही नहीं, जो मृत्यु हुए लोग थे वे भी जीवित हो गए। അവിടെ തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ദേശത്തുള്ള ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ അയർലൻഡിലും ഉള്ളതായ എല്ലാ പാമ്പുകളും അവിടെ നിന്ന് അപ്രത്യക്ഷമായി.
और उसके प्रार्थना के फलस्वरूप इंग्लैंड में हो या आयरलैंड के देश में हो, वहां के सारे सांप जो थे वे गायब हो गए। ഈ നാടുകളിലും ഈ ദേശങ്ങളിലും ഈ അയർലൻഡിലും ഇംഗ്ലണ്ടിലും പാമ്പുകളില്ല. आज की तारीख में भी आयरलैंड में हो या इंग्लैंड में हो, कोई भी प्रकार का सांप वहां पर दिखाई नहीं देता है। അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളും ദൈവം അനുവദിക്കുമ്പോൾ അത് അത് എന്തിനെന്ന് പലപ്പോഴും നാം ചോദിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ കാരണം അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു നാൾ നാം ദൈവസനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ദൈവം അത് ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. और प्रभु के लोगों, इस कारण से हमें बात को समझना जरूरी है कि हमें परमेश्वर जब ऐसे बंधुआई की स्थिति में जब हमें भेज देता है, तो हमें उसका आमीन अंत क्या है हम नहीं जान पाते हैं, परंतु हम प्रभु में भरोसा रखते हुए, प्रभु में आश्रित करते हुए हमारे जीवन को हम आगे ले चलते हैं, तो परमेश्वर हमारे बुलाने के प्रति हमारी आशा को हमारे जीवन में प्रकट करेगा और हमारे जीवन में उसका अंत को भी वो हमें हमें पूरा कर दिखाएगा। കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴത്രേ സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകുന്നത്. അങ്ങനെ സ്വഭാവ ശുദ്ധീകരണം ഉണ്ടായില്ല എങ്കിൽ ആ, നമ്മുടേതായ ആ ദൈവത്തിൻ്റെ ആ വിളിയെ നാം അലക്ഷ്യമായിട്ട് ആം, അത് ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട്. और कष्ट के ऐसे अग्नि के अवसर में से होकर जाने के समय में ही हमारा स्वभाव जो है उसमें एक शुद्धिकरण के अवसर आ जाता है और एक चरित्र निर्माण होता है। यदि हमारे जीवन में वो आमीन ऐसी अवसर हम नहीं देंगे, तो हमारे जीवन में परमेश्वर की महिमा का कारण नहीं बन पाएंगे। ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ എന്ന് പറയുന്നത് അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ളതായ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. और परमेश्वर का वाणी हमारे प्रति यह है कि वो उसकी सोच जो हमारे प्रति है वो हमारी हानि के लिए नहीं परंतु हमारे कुशल के लिए ही है। ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ദേവാസനെ. इन वचनों के द्वारा प्रभु हम सबको अनुग्रह और आशीष देने पाए। धन्यवाद।